അടിത്തട്ടിലും മേൽത്തട്ടിലുമുള്ള തർക്കമാണോ? എന്തൊരു ആവേശം നോക്കി. അങ്ങനെ പിന്നെ അതിനകത്ത് പിന്നെ യോഗ്യരായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരാളെ കണ്ടെത്താൻ മതിയായിട്ടുള്ള കൺസൾട്ടേഷൻ വേണ്ടി വരും, മതിയായിട്ടുള്ള ആലോചന വേണ്ടി വരും. ഇതൊരു അൺഫോർസീൻ ഇവന്റ് ആണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പം പെട്ടെന്നൊരു രാജി ആരും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം അദ്ദേഹവും പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അങ്ങനെ വന്നു. അപ്പോൾ അതിന്റെ ശേഷമുള്ള ആളെ കണ്ടെത്താൻ ഒരു കൺസൾട്ടേഷൻ വേണ്ടി വരും. കാരണം അതൊരു പ്രോസസ്സിലൂടെ വന്ന ഒരു പ്രക്രിയയിലൂടെ വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അപ്പം അതിൻ്റെ ശേഷം അടുത്ത ആളെ കണ്ടെത്താൻ ഞങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കത് വിവിധ തലങ്ങളിൽ ആലോചിക്കേണ്ടി വരും, IYC തലങ്ങളിലെ തീരുമാനങ്ങൾ അറിയേണ്ടി വരും, ഇവിടെ പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്യും. പക്ഷെ അതേ സമയം തന്നെ അവരവരുടെ സംഘടനാ പരിപാടികൾ പിന്നെ നിർത്തിവെച്ചിട്ടല്ലായിരുന്നു കഴിഞ്ഞ് പ്രസിഡന്റ് വരട്ടെ എന്ന് കൊണ്ട് വീട്ടിലിരിക്കുകയല്ല. ഇവിടെ ഇപ്പോൾ പാലക്കാടിന്റെ പോലീസ് അതിക്രമത്തിനെതിരെ നിങ്ങൾ ഈ പറയുന്ന പാലക്കാട് 5 DYSP ഓഫീസ് മാർച്ച് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മരണം കാരണം ഇവിടുത്തെ മാറ്റിവെച്ചു, ബാക്കി സ്ഥലങ്ങളിലൊക്കെ മാർച്ച് നടക്കുക. സംസ്ഥാനത്ത് ക്ലിഫ് ഹൗസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച്, അതിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ ജയിലിൽ പോയി. അവർക്ക് ഇന്നലെ മിനിഞ്ഞാന്നാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. അത്രയും ദിവസം അവരെ പിന്നെ തുറങ്കലിലടക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അവർ സമരരംഗത്തുണ്ട്, അവർ സേവന രംഗത്തുമുണ്ട്. സംഘടനാ പ്രവർത്തനം കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് വന്നിട്ട് പുറത്തിറങ്ങുള്ളൂ പറഞ്ഞിട്ട് അവരിയ്ക്കുകയല്ല. അതിന്റെ കീ പോസ്റ്റിലേക്കുള്ള ആളെ അധികം വൈകാതെ തന്നെ പാർട്ടി തീരുമാനിക്കും, യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ സൂചന നൽകാൻ ആരെന്ന് ചോദിച്ചാൽ, ഷാഫി പറമ്പിൽ നിലവിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഈ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി പറമ്പിൽ വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ്. ആ സൂചനകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും, ഉടനെ തന്നെ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനും പിൻവലിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലും അതുപോലെ CPMന്റെ ചില സൈബർ ഹാൻഡിലുകളിലും ഒക്കെ വളരെ വലിയ ചർച്ചയാണ്. യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല, അതുകൊണ്ട് നാഥനില്ല കളരിയാണ്, അവര് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ചില മാധ്യമങ്ങളും അങ്ങനെ ചില വാർത്തകളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതൊന്നും എവിടെ ഏറ്റിയില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിരന്തരമായ സമരങ്ങളിലാണ്. എസ്പെഷ്യലി ഈ സുജിത്തിന്റെ അറസ്റ്റും സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നുകയും അതിന്റെ തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിലൊക്കെ നിരന്തരമായ സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ അടങ്ങുന്ന സംഘങ്ങൾ. അപ്പോ അവിടെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് കൊണ്ട് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ടോ അത്തരത്തിൽ ഒരു വിടവൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല, അല്ലെങ്കിൽ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വളരെ ചർച്ച നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറ്റിയാണ് ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അവിടെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ ചർച്ചകളിൽ എന്താണ് തീരുമാനിക്കുന്നത്? പുതിയ അധ്യക്ഷനെ കണ്ടെത്തുമെന്നാണോ, അതല്ല രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുമെന്നാണോ? രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്താൻ തന്നെയാണ് സാധ്യത. അത് ആരെയാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഷാഫിയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. ആരെയാണ് എന്നുള്ളത് അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ ചില ചർച്ചകളൊക്കെ ആബിൻ വർക്കിക്ക് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പൊതുവെ യൂത്ത് കോൺഗ്രസിനിടയിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിനിടയിലും KPCCക്കിടയിലും രാഹുൽ മാങ്കൂട്ടം തന്നെ തിരിച്ചെത്തണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ ഉള്ളത്. ആ അഭിപ്രായം വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ KPCCയുടെ നടപടിയുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടി, പാർട്ടി നേതൃത്വം ഏകകണ്ഠമായി എടുത്ത നടപടി, അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള നടപടി, ആ നടപടി പിൻവലിക്കും എന്ന് മാത്രമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളേറെ ഊർജ്ജസ്വലനായി കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മേഖലയിൽ, പൊതുമധ്യത്തിൽ വളരെ ഊർജ്ജസ്വലനായി കൊണ്ട് തിരിച്ചെത്തുമെന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഓൾറെഡി പഴയതിലും വളരെ വലിയ ഊർജ്ജസ്വലനായി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം
പാലക്കാട് എത്തിയ അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട് വളരെ വലിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്നത് കണ്ടു. പാലക്കാട് ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഒരു മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ പാലക്കാട് അദ്ദേഹം ഈ കോലാഹലങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട്, വീടുകളുടെ നിർമ്മാണം, ഒരു 20 വീടുകളുടെ നിർമ്മാണം. അതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ മായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വളരെ സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ ഈ സസ്പെൻഷൻ, ഈ അച്ചടക്ക നടപടി പിൻവലിക്കുകയും അദ്ദേഹം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും കൂടി ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലനാവും, കരുത്താർജിക്കുമെന്ന് തന്നെയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പൊതുപരിപാടികൾ, മീൻസ് ഔദ്യോഗികമായ പരിപാടികൾ, പാർട്ടി പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇതോടുകൂടി, ഈ ഒരു സസ്പെൻഷൻ പിൻവലിക്കുന്നതോടുകൂടി, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നതോടുകൂടി കൂടുതൽ കരുത്തനായിട്ട് വീണ്ടും എല്ലാവിധ പരിപാടികളിലും സമരമുഖത്തും രാഹുൽ മാങ്കൂട്ടത്തും മുമ്പിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുള്ള സൂചനയാണ് ഇപ്പോ ഷാഫി പറമ്പിൽ നൽകിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്, കൃത്യതയുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കിൽ തന്നെ ഈ പറയുന്ന പ്രഖ്യാപനം ഉണ്ടാവും. പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് അബിൻ വർക്കിയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു പുതിയ ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ മറിച്ച് രാഹുൽ മാങ്കുട്ടൻ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഈ പരിഗണനാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് ചില ചർച്ചകളൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും ആ ഒരു നടപടിയും ഒക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഇത്തരത്തിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഷാഫി പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം അർഹരായ ആളുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ചർച്ചകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചർച്ചകൾ ഉണ്ടാവണമല്ലോ, അതല്ലാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കലല്ലല്ലോ അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ബട്ട് അത് ക്രമേണ അതിൻ്റെ സ്വഭാവവും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ വലിയ തോതിൽ മറിയുകയും ഈ രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തണം എന്നുള്ള ഒരു പൊതു അഭിപ്രായം അത് പാർട്ടി പ്രവർത്തകരിലും അതുപോലെ തന്നെ പൊതുമധ്യത്തിലും ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന പല ആളുകൾക്കിടയിൽ പോലും ഇത്തരത്തിൽ രാഹുൽ തന്നെ തിരിച്ചെത്തണം, രാഹുൽ ഇട്ടേച്ചു പോയ എല്ലാവിധ സ്ഥാനമാനങ്ങളിലും അയാൾ തിരിച്ചെത്തണമെന്നുള്ള ഒരു പൊതു അഭിപ്രായം അത് പാർട്ടി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള 99% സാധ്യത. അവിടെയും ചില 1% ഒരു സാധ്യത കുറവുണ്ട്, അത് മറ്റൊരു വശമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ആര് വരും എന്നുള്ളതാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അതുപോലെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ പറയുന്ന അബിൻ വർക്കിക്കായിരിക്കും സാധ്യത എന്നുള്ളതാണ്. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഈ അബിൻ വർക്കി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാരണം അബിൻ വർക്കി വരാൻ അദ്ദേഹത്തിന് എന്താ പറയേണ്ട ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടായിട്ടല്ല. വരുന്ന 2026 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനങ്ങളും കോൺഗ്രസിന്റെ നിലപാടുകളും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് അബിൻ വർക്കിക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അബിൻ വർക്കിക്ക് കിട്ടിയ നിർദ്ദേശം. കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും ഒരു നഷ്ടമുണ്ടായിക്കൂടാ, ഒരു തോൽവി ഉണ്ടായിക്കൂടാ, അത് ഒരു സീറ്റ് പോലും തോറ്റു പോകരുത് എന്നുള്ള ഒരു നിർബന്ധം KPCCക്കുണ്ട്, പ്രത്യേകിച്ച് VD സതീശനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അബിൻ വർക്കിയെ ഇത്തരം ചുമതലകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇനി ഒരു 5-8 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അയാളുടെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് കൂടുതൽ അയാൾക്ക് എന്താ പറയണ്ട ഒരു ഭാരം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണ്ട എന്നുള്ളതുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പരിഗണനാ വിഷയം രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതും സമരമുഖങ്ങളിൽ വളരെ വളരെ ഊർജ്ജസ്വലനായിക്കൊണ്ട്
കരുത്താർജിച്ചുകൊണ്ട് സമരമുഖങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് ഷാഫിയുടെ ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളും അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ 1% എന്ന് പറയുന്നത് അത് അബിൻ വർക്കിക്കും സാധ്യതകൾ കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ബട്ട് കോൺഗ്രസിന്റെ ചില ഉചിതമായ തീരുമാനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.